വഅലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത പ്രസ്ഥാന ബന്ധുക്കൾക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ 1000 ധന്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിന ആഘോഷം ലോകമൊട്ടുക്കും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം സോൺ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മീലാദ് പരിപാടികളുടെ ഭാഗമായാണ് ഈ മീലാദ് റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമം ലോകത്തിന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അത്രമേൽ മഹനീയമായ ഒരു നാമമായി ലോകം ഹൃദയ ഏറ്റെടുത്ത നാമമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിത്വത്തെ ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്? കേവലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലോ ദിനത്തിലോ മാത്രമുള്ളതല്ല. ദിനം പ്രതി ഒരു വ്യക്തിയുടെ നാമത്തെ ഇങ്ങനെ പറയുകയും പാടുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നത് ചിന്തിക്കുന്നവർക്കെല്ലാം ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്ന വ്യക്തിപ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മഹനീയമായ ഭാവങ്ങളെ ലോകത്തിന് പഠിപ്പിച്ച വ്യക്തിപ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേവലം 63 വർഷക്കാലത്തെ ജീവിതത്തിൽ മക്കയുടെ മണലാരുണ്യത്തിൽ ഊഷരതയിൽ ജീവിക്കുകയും മദീനയിൽ മറമാടപ്പെടുകയും ചെയ്ത കേവലം ഒരു മനുഷ്യ വ്യക്തിത്വത്തെയല്ല മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത്. 23 വർഷക്കാലത്തെ ഔദ്യോഗികമായ പ്രവാചകത്വ ലബ്ധിക്കു ശേഷമുള്ള ജീവിതത്തെയും അതിനു മുമ്പുള്ള ജീവിതത്തെയും ലോക ജനതയ്ക്ക് മാതൃകയാകും വിധം തുറന്ന പുസ്തകമായി ലോകത്തേക്ക് സംവിധാനിച്ച വ്യക്തിപ്രഭാവത്തെക്കുറിച്ചാണ് ലോകത്തെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൈനംദിനം വിമർശനാത്മകമായി പഠനം നടത്തുന്നവരുണ്ട്. ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ അതിനുവേണ്ടി വലിയ തുകകൾ ഗവൺമെന്റിലൂടെ തന്നെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. എന്തിന്? ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ നേതാവ് ലോകത്ത് കൈമാറ്റം ചെയ്ത വ്യക്തിത്വം കൈമാറ്റം ചെയ്ത മഹനീയമായ ഭാവങ്ങളെയും ഇഴകേറി ചർച്ച ചെയ്യുകയും ഈ മതത്തിനു നേരെ ഏതെങ്കിലും വിധത്തിൽ വിമർശനം ഉന്നയിക്കാൻ കഴിയുമോ എന്ന് ദൈനംദിനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോഴൊക്കെയും എല്ലാവർക്കും ചിന്തിക്കുന്നവർക്ക് ആ പുസ്തകത്തെ വായിക്കുമ്പോൾ കൂടുതൽ അടുക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ആശയത്തിലേക്ക് അവരുടെ മനസ്സിനെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം കാരുണ്യത്തിൻ്റെയും മഹനീയമായ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആശയങ്ങളെയാണ് ലോകത്തേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ആ മതത്തിൻ്റെ മഹനീയമായ ആശയങ്ങളെ ലോകത്തേക്ക് വിഭാവനം ചെയ്തത്, ലോകത്തേക്ക് പ്രസരണം ചെയ്തത് ലക്ഷോപലക്ഷം വരുന്ന പ്രവാചകന്മാരിലൂടെയാണ്. ആ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവ് ലോകത്തേക്ക് കൈമാറ്റം ചെയ്ത ആശയം എന്താണ്? അത് സ്നേഹമാണ്. മനുഷ്യനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപിച്ചത്. അത് ശത്രുവെന്നോ മിത്രമെന്നോ ഇല്ല, അറബികളെന്നോ അനറബികളെന്നോ ഇല്ല, സ്നേഹിതനെന്നോ അല്ലാത്തവനെന്നോ ഇല്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുവാനും സമഭാവനയോടെ സമീപിക്കുവാനുമാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേപ്പാളിന്റെ ദാരുണമായ അന്തരീക്ഷത്തെക്കുറിച്ച്. ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ ആ രാജ്യത്തിന്റെ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ വിപത്തുകൾ സംഭാവന ചെയ്തപ്പോൾ, സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത വിധം ആ രാജ്യത്തെ മാറ്റിയപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗവൺമെന്റിന് നേരെ തിരിയുന്ന ദാരുണമായ അന്തരീക്ഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് കൈമാറ്റം ചെയ്ത മഹനീയമായ ആശയം എന്താണ്? മദീനയിലേക്ക് കടന്നു വരുന്ന രംഗം ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മക്ക എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ ജനിച്ച നാടാണ്, വളർന്ന നാടാണ്, കളിച്ച നാടാണ്. ആ നാട്ടിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുമ്പോൾ അവിടുത്തെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും രണ്ടാമതൊരു അഭിപ്രായത്തെ പറയാനില്ല. എല്ലാവരും വിശ്വസ്തനെന്നും സത്യസന്ധനെന്നുമാണ് അവിടുത്തെ അപരാഭിധാനത്തിൽ വിളിച്ചു പറഞ്ഞത്. ഒരു വേള ശത്രുക്കളോട് പോലും ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ദുർബല സമയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വ്യക്തിത്വം ഒരു അസത്യം പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അവിടുന്ന് പറയുന്നുണ്ട്, അസത്യത്തിന്റെ ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ശത്രുവ്യൂഹത്തിൽ നിന്നു തന്നെ പ്രമുഖർ പറയുന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം വാഴ്ത്തി പറഞ്ഞു. ആ നാട്ടുകാർ, മക്കക്കാർ വാഴ്ത്തി പറഞ്ഞു, സത്യസന്ധനെന്ന്, വിശ്വസ്തനെന്ന്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കൈമാറ്റം ചെയ്ത മഹനീയമായ ആശയങ്ങൾ, ആ ആശയങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സാ ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞത് എന്ന് നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പരിശുദ്ധമായ മതത്തിന്റെ ചില വാചകങ്ങളെ, ചില വാക്കുകളെ, ചില പ്രയോഗങ്ങളെ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ നടത്താൻ പലപ്പോഴും കുൽസിതമായ ശ്രമങ്ങൾ നടക്കാറുണ്ട്. അതിൽപ്പെട്ട ചില വാചകങ്ങളാണല്ലോ ജിഹാദ് എന്നും ഹിജാബ് എന്നും പറയുന്ന ചില വാചകങ്ങളെ നമ്മൾ നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും സമാധാനത്തിന് വേണ്ടിയുള്ള സമരമുറകൾ ഈ ലോകത്തിന്റെ അഥവാ മക്കയുടെ, മദീനയുടെ തെരുവോരങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ടും അല്ലാതെയും നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിലേക്കും ഗസയിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടിയിരിക്കുന്നു. പാവപ്പെട്ട മക്കൾ ഒരു നേരത്തെ ചുത്തടക്കാൻ വേണ്ടി പട്ടിണിയുടെ പരിവട്ടത്തിൽ കരഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി നടക്കുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഗർഭിണികൾ അതേ മരുന്നില്ലാതെയും അതുപോലെ തന്നെ വേണ്ടത്ര ശുശ്രൂഷ ലഭിക്കാതെയും ദാരുണമായ മരണങ്ങൾ വരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒന്നും അറിയാത്ത വാർദ്ധക്യ സഹജമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന മനുഷ്യർ ജീവച്ഛവങ്ങളായി ജീവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വർത്തമാന സാഹചര്യത്തിൽ ഫലസ്തീനെയാണ്, ഗസയെയാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ നിന്ന് ഹിരോഷിമയെ വായിക്കാനുണ്ട്, അതുപോലെ തന്നെ നാഗസാക്കിയെ വായിക്കാനുണ്ട്. അവിടെയൊക്കെയും ദാരുണമായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന്റെ ചരിത്രം വായിക്കുന്നുവെങ്കിൽ ഇന്നലെകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച സമരങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുലോം തുച്ഛമായ ആളുകൾ മാത്രമേ ജീവത്യാഗം വരിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സമരത്തിന്റെ രംഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് നോക്കൂ നിങ്ങൾ, നേപ്പാളിൽ ഒരു നേതൃത്വം കൊടുക്കാനില്ലാതെ ആളുകൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും സൈന്യങ്ങൾ അവിടുത്തെ അധികാരം കൈയാളാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ഭരണത്തിന്റെ മഹിതമായ ഭാവങ്ങളെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ആലോചിച്ചു നോക്കൂ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹത്തത്തിന്റെ സമരഭൂമികയിലേക്ക് പറഞ്ഞയക്കുന്ന അനുചരനോട്, അനുചര വൃന്ദത്തെ സൈന്യവ്യൂഹത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന അനുചര വൃന്ദത്തിലെ പ്രമുഖനായ സ്വഹാബിയാണ്. ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ദിശനാശാലിയായ നേതാവ് പറയുന്ന ചില വാചകങ്ങളുണ്ട്. വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതും പരിശുദ്ധമായ ഇസ്ലാമിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നും അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നാണ് പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളെ, ചരിത്രങ്ങളെ വായിച്ചെടുക്കേണ്ടത് എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഓ സെയ്ദ്, നാളെ നീ
വാങ്ങി സമരഭൂമിയിലേക്ക് കടന്നു പോകുന്ന മുസ്ലിം യുഗത്തിന് സൈന്യത്തിന് നേതൃത്വം നൽകുന്ന നേതാവാണ്. നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ സമരത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ പാവപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവാം. അവരെ നിങ്ങളൊന്നും ചെയ്തു പോകരുത്. ശത്രുവ്യൂഹത്തിൽ നിൽക്കുന്ന അവരുടെ ബന്ധുക്കളായ സ്ത്രീകളാണെങ്കിൽ പോലും എങ്ങനെയാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറേണ്ടതെന്ന് മഹനീയമായ ആശയങ്ങളെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചര വൃന്ദത്തിന് കൈമാറ്റം ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്ത്രീകളെ നിങ്ങൾ അകാരണമായി വധിക്കരുത്. അവരെ നിങ്ങളൊന്നും ചെയ്തുകൂടാ. ഒന്നും അറിയാത്ത പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളെ നിങ്ങൾ നിഷ്കരണം വധിച്ചുകൂടാ. അതുപോലെ തന്നെ ശത്രുക്കളാണെങ്കിലും അവരുടെ ജീവിതോപാധിയായി സ്വീകരിക്കുന്ന മരങ്ങളും ഈത്തപ്പനകളും നിങ്ങൾ അകാരണമായി വെട്ടി നശിപ്പിച്ചുകൂടാ. അവർ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ നിങ്ങളുടെ ഭക്ഷ്യാവശ്യാർത്ഥത്തിനല്ലാതെ മറ്റൊരു രീതിയിൽ ശത്രുക്കളുടെയാണെന്ന രീതിയിൽ അവരുടെ മൃഗങ്ങളെ നിങ്ങൾ അകാരണമായി കൊന്നുകളയരുത് എന്ന സമാധാനത്തിന്റെ മഹനീയമായ സന്ദേശം അവിടുന്ന് കൈമാറിയതിനു ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു രംഗമുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ദൂരെ നിന്ന് നോക്കിക്കാണുന്നവർ, ഇസ്ലാമിനെ വായിച്ചവർ, കണ്ടറിഞ്ഞവർ, കേട്ടറിഞ്ഞവർ, അവരോടൊന്ന് പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമാധാനത്തിന്റെ ആശയങ്ങളെയാണ് എത്ര ബദ്ധവൈരികളോടും സമീപിച്ചതിരുന്നത് എങ്കിൽ ശത്രുക്കളോട് പോലും കാരുണ്യത്തോടെ സമീപിച്ചു, അയൽവാസികളോട് സ്നേഹത്തോടെ സമീപിച്ചു. അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇല്ല. സൗഹൃദം എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇല്ല. ഇങ്ങനെ സാമൂഹികമായ ഘടനയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവോ ആ മനുഷ്യന്റെ പച്ചയായ സ്വഭാവങ്ങളെ മുഴുവനും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അതോടൊപ്പം വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് അവരുടെ ആശയങ്ങളും ആ ആശയങ്ങൾ കൊണ്ടും ആരാധനാമുറകൾ സ്വീകരിക്കാനോ ആരാധിക്കുവാനുമുള്ള അവരുടെ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ആരാധനാലയങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും മദീനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരോട് കരാർ വെച്ചതിൽ നിന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവ് ലോകത്തേക്ക് കൈമാറ്റം ചെയ്ത പരിശുദ്ധമായ ആശയമാണ് പരിശുദ്ധമായ ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു പൂർത്തീകരിച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം ലോകത്ത് കൈമാറ്റം ചെയ്യുന്നത് സ്നേഹമാണ്, സഹിഷ്ണുതയാണ്, സഹവർത്തിത്വമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 63 വർഷക്കാലത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് കിടന്നത്, എവിടെയാണ് ഇരുന്നത്, എങ്ങനെയാണ് ഭക്ഷിച്ചത്, എങ്ങനെയാണ് ഇടപാടുകൾ നടത്തിയത്, എങ്ങനെയാണ് ബിസിനസ് നടത്തിയത്, എങ്ങനെയാണ് കുടുംബജീവിതം നയിച്ചത്, ഇങ്ങനെ തുടങ്ങി ഒരു ഉത്തമനായ ഭർത്താവ് എങ്ങനെയാകണം, ഒരു ഉത്തമനായ മകൻ എങ്ങനെയായിരിക്കണം എന്നെല്ലാം തുടങ്ങി കുടുംബജീവിതത്തിന്റെ അകത്തളങ്ങളിൽ പോലും മാതൃകയാക്കേണ്ട മഹനീയമായ മൂല്യങ്ങളെ പകർന്നു തന്ന ഏറ്റവും പെർഫെക്റ്റ് പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരും എല്ലാവരും ഈ മതത്തെ അറിയാൻ പുണ്യപ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അടുത്തറിയാൻ പഠിക്കാൻ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.